നേരത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അത് താടി എന്നുള്ളതല്ല. ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഏത് കാര്യമാകട്ടെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചൊരു കാര്യം ഏത് കാര്യമാകട്ടെ, അതിനെ നിഷേധിക്കാൻ, അതിനെ എതിർത്തിട്ട് ചെയ്യാൻ ഒരാൾ നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനുസരിക്കേണ്ടതില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയപ്പെട്ടതാണ് വഫിറുൽ ലിഹ, താടി അത് സമൃദ്ധമായി വളർത്തുക എന്നുള്ളത്. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു പിടി കഴിഞ്ഞത്, ഒരു പിടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ശേഷമുള്ള ഇത്, അല്ല ഒരു പിടിച്ചിട്ട് ഇവിടെ മുറിക്കാനല്ല, ഇതിന് ശേഷമുള്ളത് വെട്ടാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. കാരണം ഈ ഹദീസ് റിവായത്ത് ചെയ്ത് ചില സ്വഹാബികൾ അങ്ങനെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് താടി നന്നേ ചെറുതാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുവേണ്ടി മാതാപിതാക്കളോ ഭാര്യയോ ഒക്കെ നമ്മോട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അതനുസരിക്കരുത്. മറിച്ച് അവരെ നല്ല നിലക്ക് പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. മാത്രമല്ല അവിടുന്നും ശ്രേഷ്ഠരായ സ്വഹാബികളെല്ലാം സമൃദ്ധമായി താടി വളർത്തിയിരുന്നു എന്ന കാര്യം അവരെ ഉണർത്തുക.